This is day 5 of 30 days, 30 questions to improve your relationship. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ, പേഴ്സണൽ ആൻഡ് സോഷ്യൽ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യും. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ അൺഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഇഗ്നോർഡ് ആവുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ ആളുകൾക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കാം, ഇല്ലെങ്കിൽ ആളുകളെ നിങ്ങളിൽ നിന്ന് പുഷ് ചെയ്ത് പോകാം. ഇവിടെ റിഫ്ലക്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്, ഞാൻ ഒഴിഞ്ഞു മാറുകയാണോ, അതോ ഓവർ റിയാക്ട് ചെയ്യുകയാണോ, അതോ നേരത്തെ തന്നെ അത് പ്രോപ്പറായിട്ട് സംസാരിക്കാറുണ്ടോ? ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ ഊഹിക്കുകയാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഇതായിരിക്കാം ഒരുപക്ഷെ കാരണം, അത് സംസാരിക്കണം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതിൻ്റെ ശരിക്കുമുള്ള കാരണം ഹെൽത്തി വേയിൽ നിങ്ങൾ റീഅഷ്വർ ചെയ്യാറുണ്ടോ? ഇതല്ല കാരണം അല്ലെങ്കിൽ ഇതാണ് കാരണമെന്ന് റീഅഷ്വർ ചെയ്യാറുണ്ടോ? എൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ പ്രശ്നം വിളിച്ചു വരുത്തുകയാണോ ചെയ്യുന്നത്, അത് ഈ ഒരു പ്രശ്നം നല്ല രീതിയിൽ സോൾവ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അടുത്തൊരു പ്രാവശ്യം എങ്ങനെയാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ നേരത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് തരിക. ഒപ്പം അടുത്ത ദിവസത്തിന് വേണ്ടി, അടുത്ത ചോദ്യത്തിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട.